സുഖമാണോ എന്ന് ചോദിക്കാൻ പ്രസന്റിൽ അങ്ങനെ ആരുമില്ല. അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാള് അവരുടെ ഒപ്പം ഇല്ല. ഭയങ്കര അൺകൺവെൻഷണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പ്രാന്തമായ എന്താ പറയാ, മനസ്സിലൊരു പ്രാന്തുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, അതും ആ കുട്ടിയുടേതല്ലാതെ കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയാണ്. ജീവിതത്തിൽ ആരും ഇല്ല, അങ്ങനെ ബിലോങ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കുട്ടിയാണ്. നമ്മൾ ആക്ച്വലി ഭയങ്കര ഈസി ആയിരുന്നു ഫ്രണ്ട്സ് ആവാൻ വേണ്ടി. കാരണം ഓൾമോസ്റ്റ് ആക്ച്വലി സെയിം ഏജ് ആണ്. അപ്പോൾ കുറേ സിമിലർ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇരുന്നിങ്ങനെ സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇരുന്നിങ്ങനെ മിണ്ടി അങ്ങനെ ഒരു പോയിന്റിലും അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. പിന്നെ ഞാനിങ്ങനെ വായി അടയ്ക്കാണ്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ബ്രേക്കിന് ശേഷം ബ്രേക്ക് അല്ല, ആക്ച്വലി കത്തനാര് ചെയ്തിട്ടുണ്ടായി. അതിനിടയിൽ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി ചെയ്തു. പിന്നെ എന്താ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും നമ്മൾ ചെയ്തൊരു സാധനം ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി തന്നെ നോക്കുന്നത്. ഇപ്പോൾ കോംപ്രമൈസസ് എടുത്തിട്ട് തന്നെ ഇപ്പൊ മാത്യു ഇന്ന് രാവിലെ വരെ ഷൂട്ട് ചെയ്തിട്ടാണ് മാത്യു ഇപ്പം പ്രൊമോഷൻസിന് വേണ്ടി വന്നത്. നമ്മൾ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കത് ഒരു ഇനീഷ്യലി നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പിന്നെ സിനിമ സംസാരിക്കണം. സുഖമാണോ സുഖമാണ് ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വളരെ പ്രിയപ്പെട്ട രണ്ടുപേരാണുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. മാത്യു, ദേവിക. സുഖമാണോ സുഖമാണ് അല്ലെ? നമ്മൾ ആരെ കണ്ടാലും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് സുഖമാണോ എന്ന് ചോദിക്കും, ചിലർ സുഖമാണ് എന്ന് പറയും. അപ്പൊ ഈ ഒരു പേര് ഈ ഒരു സിനിമയ്ക്ക്, ഈ ഒരു സിനിമയുടെ കഥയോട്ട് എത്രത്തോളം ഉണ്ട്? എങ്ങനെയാണ് അതിന്റെ ഒരു കഥ എന്ന് പറയുന്നത്? നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. ഫസ്റ്റ് ഷൂട്ടെല്ലാം കഴിഞ്ഞൊരു ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ട് അവർ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒരുമിച്ച് എത്തിയത്. അപ്പം ഡയറക്ടറിന് എങ്ങനെ ഇതിനെ കാണുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ 3 ക്യാരക്ടേഴ്സിന്റെ ജേർണിയാണ് ഈ സിനിമ. ദേവിക എന്ന ചാരു, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തിയോ, ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ആയിപ്പ്. അപ്പൊ ഇവരുടെ 3 പേരുടെയും ജീവിതത്തിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ പ്രസന്റിൽ അങ്ങനെ ആരുമില്ല. അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാള് അവരുടെ ഒപ്പം ഇല്ല. ഒറ്റപ്പെട്ട 3 പേരാണ്. പല കാരണത്താൽ ലൈഫ്. അപ്പൊ അവരവരുടെ ജീവിതത്തിൽ അവർ പല കാരണത്താൽ ഒറ്റപ്പെട്ടു പോയവരാണ്. പല പല റീസൺസ് ആണ്. അപ്പോ ഇവരുടെ ജീവിതത്തില് അപ്പൊ ഈ സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തൊരു 3 പേര്, അതാണ് ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിട്ട് വരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഈ ചോദ്യം ചോദിക്കാനും സുഖമാണെന്ന് പറയാൻ തക്കതായിട്ടുള്ള ഒരു അനുഭവങ്ങൾ വരികയും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിട്ട് ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ എത്തുന്നു, സുഖമാണെന്ന് പറയാനുള്ള ഒരു അവസ്ഥയായിട്ട് അവരെങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ സെക്കൻഡ് ഹാഫ്. അപ്പൊ ഒരു കഥയിലൂടെ സഞ്ചരിച്ചു പോയപ്പോഴാണ് ഇതിന്റെ ഒരു ടൈറ്റിൽ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒറ്റപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര പ്രാധാന്യവും ഭയങ്കര, ഇപ്പൊ നമ്മളൊരു ഡേ ടു ഡേ ലൈഫില് ചിലപ്പോൾ ഈ ചോദ്യത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലായിരിക്കും. കാരണം ഭയങ്കര ജനറലി ഒരു ഫോർമാലിറ്റി പറഞ്ഞ പോലെ ഇത് ചോദിക്കാൻ ആരും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഞാൻ ഈ ചെയ്യുന്ന ക്യാരക്ടർ തിയോന്റെ ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അവനെ സംബന്ധിച്ചോളം. അപ്പൊ അങ്ങനെ ഈ 3 ക്യാരക്ടേഴ്സിന്റെ ജീവിതവും അവരെങ്ങനെ അവരവരുടെ ജീവിതത്തിൽ ഇവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു, എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവർക്ക് ഇവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ പറയാനും, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ബന്ധം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതെ അതെ, അതാണ് ഒരു സിനിമയുടെ കണ്ട ദേവികയുടെ ക്യാരക്ടർ. അതായത് നമുക്കൊരു ഫണ്ണായിട്ട് തോന്നും, പക്ഷെ എനിക്ക് തോന്നുന്നു അതിലെന്തോ ഒരു നൊമ്പരൊക്കെ ഒളിഞ്ഞിരിപ്പുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്താണ് പറയാൻ പറ്റുന്നത് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച്? ഭയങ്കര അൺകൺവെൻഷണൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. പ്രാന്തമായ എന്താ പറയാ, മനസ്സിലൊരു പ്രാന്തുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, അതും ആ കുട്ടിയുടേതല്ലാതെ കാരണങ്ങൾ കൊണ്ട്
ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയാണ്. ജീവിതത്തിൽ ആരും ഇല്ല, അങ്ങനെ ബിലോങ് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കര ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കുട്ടിയാണ്. ഫാമിലി കണക്ഷൻസിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ബിയോണ്ട് ദാറ്റ് ആ കുട്ടി എങ്ങനെ വേറെ റിലേഷൻസ് ഉണ്ടാക്കുന്നു, അതിൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നു, ആ ഒരു ജേണിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അൺകൺവെൻഷനലായി, കുറച്ച് നമുക്ക് വിയർഡായി തോന്നുന്ന കാര്യങ്ങൾ ഭയങ്കര കൺവിക്ഷനോട് ഭയങ്കര കൂളായി പറയുന്ന ഒരാളാണ്. വട്ട് ചിന്തകൾ എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. അതെ, ചെറിയ രീതിയിൽ അങ്ങനത്തെ ചിന്തകളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അതെ, ട്രെയിലറിൽ തന്നെ ഒരു ഡയലോഗ് കേട്ടു, അതായത് മിനിഞ്ഞാന്നാണ് ആൾക്കാരോട് സംസാരിച്ചു തുടങ്ങിയത് എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് തോന്നുന്നു. അധികം ആളുകളോട് സംസാരിക്കാത്ത, എവിടേക്ക് ഒരു കോംപ്ലക്സ് ഒക്കെ ഉള്ളിലുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അല്ലേ? തിയോ ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ അവന്റെ അച്ഛനും അമ്മയും അവനെ പിരിഞ്ഞു പോവുകയും അവന് പിന്നുള്ളതൊരു മുത്തശ്ശനായിരുന്നു. അപ്പം മുത്തശ്ശൻ ഈ പറഞ്ഞ പോലെ പ്രായമായിട്ട് മരിക്കുകയും, അപ്പം അവൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവൻ്റെ ചെറിയ ജോലിയുണ്ട്. ഇപ്പം അവൻ പുറത്തൊക്കെ പോകുമ്പോൾ അവൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ എന്താ പറയുക, ഈ ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഒരു കഫേ പോകുമ്പോൾ ഒരു കപ്പിൾസ് അവരുടെ ഒരു മൊമെന്റും ഒക്കെ കാണുമ്പോൾ ഇവൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും ഇല്ല, എനിക്കും ഇതൊക്കെ അനുഭവിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു ട്രോമ ഇത് ഉള്ളത് കൊണ്ട് അവൻ അത് ഡീൽ ചെയ്യാൻ, അവൻ ചെറുപ്പം മുതലേ അത് ഡീൽ ചെയ്ത രീതികൾ ചിലപ്പോൾ കാണുമ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് എന്താ പറയുക വ്യത്യസ്തമായിട്ട് തോന്നാം. അപ്പം അതാണ് ഇവന് മെന്റൽ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ ഇവന് മൊത്തത്തിൽ ആൾക്കാരെ നോക്കാനോ സംസാരിക്കാനോ ഒക്കെ പേടിയാണ്. പിന്നെ ഇവനെന്തെങ്കിലും ചെറിയതായിട്ട് അതിനൊരു എഫേർട്ട് ഇട്ടാൽ പോലും ആൾക്കാർ അതിനെ ഭയങ്കര വേറൊരു രീതിയിലാണ് കളിയാക്കുന്ന രീതിയിലാണ് കാണുന്നത്. അപ്പൊ ഇവൻ ഇതിന്ന് എങ്ങനെയാണ് കരകയറുന്നത്? അപ്പൊ ഇതിന്ന് ഇവന്റേതായ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അതാണ് ഇതിന്റെ ഒരു ഫാന്റസി എലമെന്റ് ഒന്ന്. ഇവന് വേണ്ടി ഒരു ഫാമിലി ഉണ്ടാക്കുകയും അവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവനൊരു ഫാമിലി ഉണ്ടാക്കുക, ഒരു വലിപ്പച്ചനെയും ഒരു വലിമച്ചീനെയും ഒരു ചേട്ടനെയും ചേച്ചീനെയും. അപ്പൊ ഇവനൊരു കാമുകി വേണം. അപ്പൊ അങ്ങനെ ജഗദീഷ് ചേട്ടനെ മീറ്റ് ചെയ്യുന്നതും, ജഗദീഷ് ചേട്ടൻ്റെ ഒരു ജോലിക്ക് കയറും. പിന്നെ എങ്ങനെയാണ് ജഗദീഷ് ചേട്ടൻ എന്ന ക്യാരക്ടർ, ഞാനും ചാരുവിനെ എങ്ങനെ മീറ്റ് ചെയ്യുന്നതും, അങ്ങനെ പിന്നെ ഇവര് തമ്മിൽ ശരിക്കും ഒരു ബോണ്ട് ഉണ്ടാവുകയും അതെങ്ങനെ പിന്നുള്ള ഒരു ജേണി, അത് ബേസിക്കലി അതാണ് സിനിമ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് കഥ കേൾക്കുമ്പോഴും ശരിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു ക്യാരക്ടർ സിനിമയ്ക്ക് നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? നമ്മൾ ആക്ച്വലി ഭയങ്കര ഈസി ആയിരുന്നു ഫ്രണ്ട്സ് ആവാൻ വേണ്ടി. കാരണം ഓൾമോസ്റ്റ് ആക്ച്വലി സെയിം ഏജ് ആണ്. അപ്പോൾ കുറെ സിമിലർ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇരുന്നിങ്ങനെ സംസാരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇരുന്നിങ്ങനെ മിണ്ടി അങ്ങനെ ഒരു പോയിന്റിലും അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് അങ്ങനെ ഒരു ആവശ്യം വന്നില്ല. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പിന്നെ ഞാനിങ്ങനെ വായി അടയ്ക്കാണ്ട് കൊണ്ടിരിക്കുന്നോണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ സിനിമയിലേക്ക് ഞാൻ പറഞ്ഞ അധികം സിനിമകൾ ചെയ്തിട്ടില്ല അല്ലേ? പ്രകാശൻ നമ്മൾ കണ്ടിട്ടുണ്ട്, മകളിൽ കണ്ടിട്ടുണ്ട്. ഒരു ബ്രേക്കിന് ശേഷമാണ് തോന്നുന്നു അല്ലെ? ബ്രേക്ക് അല്ല, ആക്ച്വലി കത്തനാര് ചെയ്തിട്ടുണ്ടായി. അതിനിടയിൽ വൺസ് അപ്പോൺ എ ടൈം കൊച്ചി ചെയ്തു. പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പടങ്ങൾ ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ കത്തനാര് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഇപ്പോഴും കോളേജിൽ പഠിക്കണം, ഞാൻ അണ്ടർ ഗ്രാഡ് ചെയ്യുന്ന സമയത്തായിരുന്നു കത്തനാര് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതും നമ്മൾ ആക്ച്വലി ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വരാനുള്ളൊരു ഡിലേ കൊണ്ട് കുറച്ചും കൂടെ വലിയൊരു ഗ്യാപ്പാന്ന് തോന്നുന്നു. അപ്പം ഇനി പടങ്ങള് വരുമ്പോഴത്തേക്ക് അത് ശരിയാവുമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ചെറുപ്പത്തിലെ സിനിമയിൽ വന്നതാണ്. ശരിക്കും 9 വർഷമായില്ലേ കുമ്പളങ്ങി? 7 വർഷമായി. ചെറുപ്പത്തിൽ തന്നെ വന്നു നിങ്ങൾ രണ്ടുപേരും. ഇപ്പൊ അവിടുന്ന് എനിക്കൊന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാത്യു സിനിമയിൽ കുറെ സിനിമകൾ ചെയ്യുന്നു, ഇങ്ങനെ പോയി തമിഴിലൊക്കെ പോയി ഇവിടെ എത്തി നിൽക്കുന്നു. ഈ ഒരു ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ ഒരു മാറ്റം ഞാൻ ചോദിച്ചാൽ ഏത് രീതിയിലൊന്നും ഒരു ആക്ടർ എന്ന രീതിയിൽ കാര്യങ്ങൾ എന്തെല്ലാം പഠിച്ചു? ഞാൻ പറയാം ഇപ്പൊ ഈ ഒരു പൊസിഷൻ എത്തിയിട്ടുണ്ട്, ഇപ്പൊ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ഏതെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ ഗുണം ചെയ്യുന്നത്? അത് സ്ക്രിപ്റ്റ് സെലക്ഷനിലാണോ, ആക്ടിങ്ങിലാണോ, എങ്ങനെയൊക്കെയാണ്? അതോ ഈ പറയുന്ന പോലെ തന്നെ ഒരു വരുമ്പോൾ അന്നത്തെ ഒരു പുതിയൊരു ലോകത്തോട്ട് വന്നു, ഇപ്പൊ പരിചിതമായ ഒരു ലോകമായി? ഞാൻ ഉദ്ദേശം മനസ്സിലായി. എങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്? എങ്ങനെയാണത്? ഏതെല്ലാം കാര്യങ്ങൾ ഈസിയായി? എനിക്കൊന്നും അങ്ങനെ ചോദിക്കാം. എന്തോ ഭയങ്കര ഭാഗ്യമാണോ ദൈവാനുഗ്രഹമാണോ, ഫസ്റ്റ്
ടീം, ആദ്യത്തെ 2 സിനിമകളുടെയും ടീം വളരെ നല്ല ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ക്രൂവും കാസ്റ്റും ഒക്കെ ആയാലും, എസ്പെഷ്യലി കുമ്പളങ്ങിയും തണ്ണീർമത്തൻ്റെ ഒക്കെ ടീം. അപ്പൊ അവരുടെ സിനിമയോടുള്ള അപ്രോച്ച് ഭയങ്കര ജെന്യൂനാണ്. അവർ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സ്നേഹത്തോടെയും എന്താ പറയാ, അത്രയും എഫിഷ്യൻറ്റും ജെന്യൂനും ഒക്കെ ആയിട്ടാണ് സിനിമയെ കാണുന്നതും സിനിമ ചെയ്യാൻ ശ്രമിക്കുന്നതും. അപ്പൊ അത് കണ്ട് എനിക്ക് ഞാനും ചെയ്യുമ്പോൾ അത്രയും ഇഷ്ടവും അത്ര എഫേർട്ടൊക്കെ കൊടുക്കണം. അപ്പൊ ആ സ്നേഹം എനിക്കും തോന്നി തുടങ്ങി സിനിമയോട്. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ഒരു ഫോഴ്സ്. നമുക്ക് ഈ ക്രാഫ്റ്റിനോടുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഈ സിനിമയോടുള്ള ഇഷ്ടമാണ് ഇപ്പോഴും നമ്മൾ പുഷ് ചെയ്യുന്നത്. പിന്നെ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താ പറയാ, ഓരോ സീനുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം പോകുന്തോറും നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളായാലും, പിന്നെ നമ്മൾ ചിലപ്പോൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇതങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കിയത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല, ഇതിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വേ ഉണ്ട്. അപ്പോൾ ഒരു അൺലേണിങ്ങും കോൺസ്റ്റന്റ്ലി നടക്കുന്നുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പുകൾ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ ചോദിച്ച ഒരു സിനിമ സെലക്ട് ചെയ്യുന്ന ഒരു മാനദണ്ഡം ഇപ്പോ ഇന്നത്തെ ഈ ഒരു പൊസിഷനിൽ എങ്ങനെയാണ് ഇപ്പൊ നോക്കുന്നത്? ഡെഫിനറ്റ്ലി ഇപ്പോഴും നല്ല സിനിമയുടെ ഭാഗമാകാനാണ് ശ്രമിക്കുന്നത്. നമ്മളിപ്പോ വന്ന സമയം എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ കുറച്ച് നമ്മൾ പുതിയ ആളായതുകൊണ്ട് നമുക്ക് കൂടുതൽ വരുന്നതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി, ഞാൻ പറഞ്ഞ കുറച്ചും കൂടി നമുക്ക് സിനിമയിലൊന്ന് ഇപ്പൊ കുറച്ച് സിനിമകൾ ആയതുകൊണ്ട് ഇനി സൂക്ഷിച്ചു നീങ്ങണം എന്ന് പറയുന്ന അടുത്തൊരു ലെവലിലോട്ട് സഞ്ചരിക്കണം. അല്ല, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഓഡിയൻസിന് എന്താണ് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതെ, അത് ഉറപ്പായിട്ടും അത് ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താണ് ഇപ്പൊ റെലവെന്റ്, അല്ലെങ്കിൽ അപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് അതിന്റെ ഒരു പ്രീ കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു സമയം, അപ്പൊ അപ്പത്തേക്ക് മാറിയേക്കാം ഇൻട്രസ്റ്റ്. അപ്പൊ ആ ഒരു സമയവും മനസ്സിൽ വെച്ചിട്ട് എന്തായിരിക്കും അവർക്ക് ആ സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും, ആ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആ ഒരു ഇത് എപ്പോഴും നോക്കും ഈ പറഞ്ഞ. പക്ഷെ എന്തായാലും എൻഡ് ഓഫ് ദി ഡേ അത് എങ്ങനെ വരും എന്നുള്ളത് നമ്മുടെ ഏറ്റവും നമുക്ക് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും അതിന് തന്നെ ശ്രമിക്കുന്നത്. ചിലത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഭയങ്കരമായിട്ട്, ചിലത് നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ വന്നത് വിജയിക്കാതിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചോ? ഞാൻ പറഞ്ഞ ആ ഒരു മനസ്സ് പാകപ്പെട്ട അത് തുടക്കം മുതലേ ഞാൻ എന്റെ മനസ്സിൽ ഉള്ള കാര്യം എന്താ വെച്ചാൽ, സക്സസ് ആണെങ്കിലും ഫെയിലിയർ ആണെങ്കിലും എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. അതിപ്പോൾ ഫെയിലിയർ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക, കുറേ കൂടെ സ്ട്രോങ്ങർ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവുക. അല്ലെങ്കിൽ അപ്പം അതാണ് സക്സസ് ആണെങ്കിൽ അത് ആ മൊമെന്റ് എൻജോയ് ചെയ്യുക, അതിൽ കുടുങ്ങി പോവാണ്ട് നിൽക്കുക. അമിതമായി സന്തോഷിക്കുക, അമിതമായി ദുഃഖിക്കാതിരിക്കുന്ന. അതെ, ഉറപ്പായിട്ടും എന്ത് സന്തോഷവും ദുഃഖമൊക്കെ ആണെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഇപ്പൊ സക്സസ് വന്നാലും ഫെയിലിയർ വന്നാലും ഞാൻ നാളെ ഇത് തന്നെ ചെയ്യും, അല്ലെങ്കിൽ ഇത് തന്നെ ബെറ്റർ ആക്കിക്കൊണ്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിലേക്ക് മനസ്സിലാക്കും. അതെ. സത്യനന്ദിക്കാട് സാറിന്റെ സ്കൂളിൽ നിന്ന്, അവിടെ സത്യൻ സാറിന്റെ ഒരു കണ്ടെത്തലാണ്. അതൊന്നും എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാൽ, ഇപ്പൊ കുറച്ച് സിനിമകളൊക്കെ ആയ ശേഷം ആ ഒരു തുടക്കകാലത്ത് കിട്ടിയ എന്തെല്ലാം ലെസൺസ് ആണ് ആ കൂടെ അഭിനയിച്ചവര്, ജനമേട്ടനായാലും വിരാജസ്മിനോടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതെന്തെല്ലാം മനസ്സിലേക്ക് എടുത്തിട്ടുണ്ട്? ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലെസൺസ് അവരുടെ അടുത്ത് കിട്ടിയത്? എല്ലാരും കൂടെയും പ്രൈമറിലി ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതില്. ലെസണിനെക്കാട്ടും എനിക്ക് തോന്നുന്നു ആ വോംത്തില്ലേ, ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ സത്യൻ സാറിന്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം എത്രത്തോളം എൻവയൺമെന്റ്സ് നമ്മുടെ ക്രാഫ്റ്റിന് എത്രത്തോളം ബെറ്റർ ആക്കുന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് കാണാൻ പറ്റും. കാരണം അത്രയും നമ്മൾ കംഫർട്ടബിളായി, അത്രയും ഹാപ്പിയായി, എല്ലാവരും ഒരു കുടുംബം പോലെ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സിനിമയുടെ ഒരു അത് കൺവേ ചെയ്യുന്ന മെസ്സേജും ഇൻ ഇറ്റ് സെൽഫ് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ഒരു വാല്യൂ അവിടെ നിന്ന് എടുത്ത് വരുന്നത് കൊണ്ട്, ആ നന്മയിൽ നിന്ന് തന്നെ വരുന്ന ഒരു സിനിമ ആയതുകൊണ്ട്. പിന്നെ എനിക്ക് സത്യൻ സാറിൻ്റെ പടത്തിനെക്കാട്ടും എനിക്ക് ജീവിതത്തിലായിരുന്നു സാറിൻ്റെ ഐഡിയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം സത്യൻ സാറിൻ്റെ സിനിമയിൽ എന്തായാലും നന്മ ജയിക്കും. എനിക്ക് ജനറലി ആൾക്കാർ നല്ല ആൾക്കാരാണെന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. എല്ലാവരിലും എന്തെങ്കിലും നന്മയുണ്ട്. ചിലപ്പോൾ സിറ്റുവേഷൻ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമായിരിക്കാം, ആൾക്കാർ മോശം കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, ഗ്രേ ആണ് ആൾക്കാർ. പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സത്യൻ സാറിൻ്റെ സിനിമയിൽ എന്തായാലും നന്മ ജയിക്കും.
എൻഡിൽ എന്തായാലും നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആ ഐഡിയോളജി എനിക്ക് ജനറലി ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐഡിയോളജിയാണ്. അപ്പം അതെനിക്ക് ചെറുതാമ്പഴി കണ്ടിഷ്ടപ്പെടുന്ന സിനിമകളിലൊക്കെ അത് ഒരുപാടുള്ളത് കൊണ്ട്, പിന്നെ ഈ ശരിക്കുള്ള ആൾക്കാരുടെ കഥ പറയുന്ന എക്സാജറേറ്റഡ് അല്ലാത്ത എന്താ റൂട്ടഡ് ആയിട്ടുള്ള കഥകളും റൂട്ടഡ് ആയിട്ടുള്ള ഇമോഷൻസും പോർട്രേ ചെയ്യാൻ സത്യൻ സാറിന്റെ സിനിമകൾ തന്നെ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പൊ റീസെന്റ് അഖിലേട്ടൻ്റെതും എനിക്ക് ആക്ച്വലി ഭയങ്കര സത്യൻ സാറിന്റെ ആ ഒരു സിമിലാരിറ്റി തോന്നിയത്. സർവമായ, അഖിലേട്ടൻ, പാച്ചുവും അത്ഭുത വിളക്കും രണ്ട് പടങ്ങളാണെങ്കിലും സത്യൻ സാറിന്റെ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം അതും ഒരുപാട് സന്തോഷം ആക്ച്വലി ഈ ഒരു എരയിൽ സത്യൻ സാറിന്റെ മാജിക് അഖിലേട്ടൻ കൊണ്ടുവരുന്നത്, അതും സന്തോഷം. ഇതന്നെ ആക്ച്വലി എന്താ ബ്ലെസ്സിങ്സ് ആണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ. ഗ്രേറ്റസ്റ്റ് ലെസൺ സത്യൻ സാറിന്റെ അടുത്ത് നിന്ന് എനിക്കിതാ. പ്രൈമറിലി സാറിന്റെ ഈ ഐഡിയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മാറ്റുവാണെങ്കിൽ ഇപ്പോ പലതരം റോളുകൾ ചെയ്തു. എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു വില്ലൻ റോളുകളിലും ഒന്നും അധികം ചെയ്തിട്ടില്ല അല്ലെ? ഇപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസിലേക്ക് ഇനി പോകാനുള്ള ഒരു ശ്രമം മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മരുന്നിന്ന് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഉണ്മിജോല വിഷനിൽ ഇറങ്ങാനുള്ള ഒരു സിനിമയാണ് സലാം ബുക്കാരിയാണ് ഡയറക്ടർ. അതിൽ കുറച്ചും കൂടി എന്താ പറയുക, ഒരു കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി വില്ലൻ എന്നല്ല, പക്ഷെ എന്താ പറയുക ഭയങ്കര കുറച്ച് ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ്. ഈ പല നടന്മാരെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലേ വന്നവരുടെ ഒരു അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ നെഗറ്റീവ് വരുന്നത് ഇവരെന്നും ചെറുപ്പക്കാരായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ ഇവര് പിന്നീട് ഒരു ഏജുള്ള റോളുകളിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ, പക്ഷെ കുറെ പേരൊക്കെ മാറിയിട്ട് ഇവിടെ സുധീഷ് ചേട്ടനൊക്കെ എത്രയോ നാളുകൾ കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ മറ്റേ ഞാൻ അങ്ങനെ ഒരു ഏജ് കഴിയുമ്പോൾ ആ ഒരു കാലഘട്ടം മാറി വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇനി അത് ചെയ്താൽ മതി എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിച്ചോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഏജിൽ നിന്ന് കൺവിൻസിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്യുക കറക്റ്റായിട്ട് എന്നുള്ളതാണ്. അതിനാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഞാനൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എൻ്റെ ഒരു കോൺസ്റ്റബിൾ ഡ്രൈവറായിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പ്രകാശം വർക്കയുടെ ഡയറക്ടർ ഷഹദിൻ്റെ 3ാം സിനിമ. അപ്പോൾ ഷഹദിനെ എനിക്കറിയാം, ഷഹദിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുമാണ്. ഷഹദ് കഥ പറഞ്ഞ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പോലീസാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് മടിച്ചു. പക്ഷെ അപ്പം എന്നെ കാണിച്ചു ഇങ്ങനെ CPO നമ്മൾ ഒരു 21-22 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് എഴുതിയെടുക്കാം. ട്രെയിനിങ് കഴിഞ്ഞ് കയറുന്ന കുറേ കോൺസ്റ്റബിൾ ഡ്രൈവേഴ്സും അല്ലെങ്കിൽ CPOമാരുണ്ട് ഈ പ്രായത്തിലുള്ള. അപ്പം ഞാൻ അത് നോക്കുകയും 2-3 പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി അത് മനസ്സിലാക്കുമ്പോഴാണ് ഞാൻ ഓക്കെ അപ്പം ഇന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ആ ഒരു ഇതിട്ടെത്തിക്കാം. അപ്പം അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒരു പ്രപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർവതി ജിരോദാണ് ലീഡ് ചെയ്യുന്നത്. വിജയരാമൻ സാറുണ്ട്, കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. പ്രകാശം വർക്കട്ടയും ഒരു നല്ലൊരു സിനിമയായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ആ ശരിക്കും +2 പയ്യനായിട്ടാണ് അതിലും അഭിനയിച്ചിരിക്കുന്നത്. അതൊക്കെ ശരിക്കും, പക്ഷെ അത് വിചാരിച്ച പോലെ അത്ര ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ടോ? അതല്ല, തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോയൊരു സിനിമയാണ്. പറയുന്ന സിനിമകളിൽ വെച്ചിട്ട് അധികം ആളുകൾ ചർച്ച ചെയ്യാത്ത സിനിമയാണ്, പക്ഷെ വളരെ നല്ലൊരു സിനിമയായിരുന്നു. നല്ല പെർഫോമൻസ് നിങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. എനിക്ക് അതിലെ അനിയനായിട്ട് ഉള്ള സീനുകളായാലും അല്ലെങ്കിൽ ദിലീഷേട്ടനായിട്ടുള്ള സീനുകളൊക്കെ ഭയങ്കര ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര മീനിങ്ഫുൾ ആയിട്ടുള്ള സീനുകളാണ്. നല്ലൊരു സിനിമയാണ്. എനിക്ക് എപ്പോഴും ക്ലോസ് ടു ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ അതിനോട് വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര രസമാണ്. ഇത്രയും സിനിമകൾ ചെയ്തതിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ലിയോ തന്നെയായിരിക്കും. ഇപ്പോഴും കുംബ്ലങ്ങി ഉണ്ട്, പിന്നെ ലിയോ ആണ് ഈ പറഞ്ഞ പോലെ. അതൊരു വേറൊരു വേൾഡിലോട്ട് പോയത് തന്നെയാണ്. ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കിട്ടിയത്. അവിടുന്ന് ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് ധനു സാറിന്റെ കൂടെ അഭിനയിച്ചു. 2 വലിയ സിനിമകളാണ് തമിഴിൽ ചെയ്തത്. അപ്പൊ തമിഴിൽ പോയപ്പോ മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഒന്ന് റെസ്പെക്ട് കൂടും, നമ്മൾ മലയാളത്തിൽ നിന്ന് പോകുന്ന റെസ്പെക്ട് കൂടും. പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് പുതിയതായിട്ട് അവിടുന്ന് പഠിച്ചത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവര് കുറച്ചും കൂടെ സമയം എടുത്താണ് വർക്ക് ചെയ്യുന്നത്. കുറച്ചും കൂടെ വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ. അവരുടെ ഓഡിയൻസ് കൂടുതലാണ്, നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുതൽ. അപ്പൊ അതിൻ്റെതായ ഒരു കുറച്ചും കൂടെ ഒരു ടൈം എന്നുള്ളൊരു ലക്ഷറി ഉണ്ട് അവിടെ. നമുക്ക് ചിലപ്പോൾ ഇവിടെ ഇത്ര ദിവസം കൊണ്ട് തീർക്കണമായിരിക്കാം. അപ്പൊ അവിടെ അത് കുഴപ്പമില്ലായിരിക്കാം. നമുക്ക് ഒരു 10 ദിവസം കൊണ്ട് കൂടുതൽ എടുത്താൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാം. അപ്പൊ ആ ഒരു എന്താ പറയാ, കുറച്ചും കൂടെ സമയമെടുത്ത് ചെയ്യുന്നതിൻ്റെ ഒരു ഇതുണ്ട് ഡെഫിനറ്റ്ലി. പിന്നെന്താ പറയാ, പിന്നെ ജനറലി എനിക്ക് തോന്നുന്ന തമിഴ് ആൾക്കാർക്ക്
സിനിമ ഭയങ്കര എന്താ പറയാ ഒരു എന്റർടൈൻമെന്റിന് ഉപരി ഭയങ്കര വാല്യൂ ഉണ്ട് അവർക്ക്, അവരുടെ കൾച്ചറലി അവർ കുറച്ചും കൂടിയും ഭയങ്കരമായിട്ട് അവരുടെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമാണ് അത്. കൾച്ചറലി ഭയങ്കര ഇൻവോൾവ് ആണ്, സിനിമയ്ക്ക് ഉള്ള ഇമ്പോർട്ടൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവരതിന് കാണുന്നതും ഇതിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഒരു വേറെ രീതിയിലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ചെയ്യുമ്പോ ഒരു ഈ രണ്ടും കൂടി ഇപ്പൊ എന്തായാലും ഓഫേഴ്സ് മലയാളത്തിൽ നിന്നും വരുന്ന പോലെ തന്നെ തമിഴിൽ നിന്നും വരുന്നുണ്ടാവും അല്ലേ, ഇപ്പോഴും വരുന്നുണ്ടല്ലോ. അതെങ്ങനെയാ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്? സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയാണ്. അപ്പൊ അത് ഉറപ്പായിട്ടും നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പോയി ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ വേറെ സിനിമകൾ ഇനിയിപ്പോ ചെയ്യുന്നുണ്ടോ? ഇനി കത്തനാർ വരാനുണ്ട്, പിന്നെ ഒറ്റക്കൊമ്പൻ ചെയ്യുന്നുണ്ട്. കത്തനാർ ആക്ച്വലി വെയിറ്റിംഗിലാണ്. ഞാൻ ആ ഗ്ലിംസ് കണ്ടപ്പോൾ മുതൽ ഞാൻ കാണണമെന്ന് അത്രേ ആഗ്രഹിച്ചൊരു പടമാണ്. അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതിപ്പം പോസ്റ്റ് ഹെവി ആയതുകൊണ്ടാണ് ഒരു ഡിലേ വരുന്നത്, വരാൻ വേണ്ടിയിട്ടുള്ള ഡിലേ. അപ്പം അതെ അതെ, ഇനി സിനിമകൾ ചെയ്യാൻ തന്നെയാണ് ഇപ്പം ആകെ ഒരു ആഗ്രഹമേ ഉള്ളൂ ജീവിതത്തിൽ, അഭിനയിക്കാൻ. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റി, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്നും മാത്രമാണ് ആഗ്രഹവും, ചെയ്യണമെന്ന് മാത്രമാണ് പ്രാർത്ഥനയും. ഇപ്പം ഞാൻ കോളേജ് ഇപ്പോൾ കഴിയും, ആക്ച്വലി മാസ്റ്റേഴ്സ് കഴിയാറായി. ഇനി എന്തായാലും പഠിക്കാൻ കുറച്ച് ബ്രേക്ക് എടുത്ത് എന്തായാലും കുറേ പടങ്ങളൊക്കെ, നല്ല പടങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടി. മാത്യു സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ വന്നു, അപ്പൊ ശരിക്ക് ആ ഒരു ലൈഫ് ഞാൻ പറഞ്ഞ അത് മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാനിപ്പോഴും എനിക്ക് സ്കൂളിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്. ഐ മീൻ സിനിമയിൽ കുറേ അധികം ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിച്ച കുറച്ചൊരു 6-7 പേരുണ്ട്. അപ്പോൾ അവരായിട്ടാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ കോൺസ്റ്റന്റ്ലി ഇപ്പോഴും നമ്മൾ ഇല്ല. അപ്പോൾ ഭയങ്കര അവർ ഇപ്പോഴും ഭയങ്കര പാർട്ട് ഓഫ് ദ ലൈഫാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു മിസ്സിങ്ങിനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടില്ല. ഇപ്പൊ എന്തായാലും ഇപ്പൊ സിനിമ ഇറങ്ങുകയാണ്. ഇപ്പോഴാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമകളാണ് ഒരാഴ്ച ഇറങ്ങുന്നത്. പണ്ടത്തെ പോലെ അല്ല, എണ്ണം കൂടാണ്. 8-9 സിനിമകളൊക്കെ ഇറങ്ങുന്നത്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറയുന്നു പല സിനിമകൾ പഴയ പോലെയല്ല, ഇപ്പൊ ഭയങ്കര റിസ്ക് ആണ്. ഈ പറഞ്ഞ പ്രീ ബിസിനസ് നിന്നു എന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് വിവാദങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷെ അത് രണ്ട് ഇത് വരുന്നുണ്ട്. അതായത് പ്രൊമോഷൻസിന് നിങ്ങൾ നടന്മാർ, താരങ്ങൾ പങ്കെടുക്കണം, പക്ഷെ നിങ്ങളുടെയും കൂടിയും സൗകര്യം കൂടിയും നോക്കിയിട്ടാണ്. പക്ഷെ പൂർണ്ണമായിട്ട് ഇപ്പൊ അത് നടന്മാരെ അല്ലെങ്കിൽ താരങ്ങളെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലോട്ടും വരുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ചോദിച്ചത് നിങ്ങളുടെയും കൂടിയും, കാരണം ഒരു സിനിമ സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രൊമോഷന് വരണം എന്നാണ്. പക്ഷെ അത് അനൂപ് അദ്ദേഹം തന്നെ പറഞ്ഞത് എപ്പോ വരണം എന്നുള്ളതല്ല. ചിലപ്പോൾ നിങ്ങൾ വേറെ സിനിമയുടെ ഷൂട്ടിന്റെ തിരക്കിലായിരിക്കണം. അപ്പോൾ ഒരു സൈഡ് മാത്രമാണ് പബ്ലിക്കിലേക്ക് എത്തുന്നത്. അപ്പൊ ഒരു നടൻ എന്ന രീതിയിലും നടിയെന്ന രീതിയിലും നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും നമ്മൾ ചെയ്തൊരു സാധനം ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി തന്നെ നോക്കുന്നത്. ഇപ്പോൾ കോംപ്രമൈസസ് എടുത്തിട്ട് തന്നെ ഇപ്പൊ മാത്യു ഇന്ന് രാവിലെ വരെ ഷൂട്ട് ചെയ്തിട്ടാണ് മാത്യു ഇന്ന് ഇപ്പം പ്രൊമോഷൻസിന് വേണ്ടി വന്നത്. അതെ, അപ്പം ചെയ്യുന്നില്ല എന്നല്ല, എല്ലാവരും എഫേർട്ട് ഇടുന്നുണ്ട്. അത് ആ സ്കെഡ്യൂൾ സിങ്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവുക. അത് ആ ഒരു ബുദ്ധിമുട്ടാണ് മോസ്റ്റ്ലി വരുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും അത്യാവശ്യം നല്ല കോപ്പറേറ്റീവ് ആണ്. ഇപ്പം ലൈക്ക് പ്രൈമറി എക്സാമ്പിൾ എന്താ മാറ്റി പറയാ, അത് നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർലി ആണെങ്കിൽ എല്ലാം അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാള് നമ്മൾ ചെയ്ത സാധനം നമ്മളെപ്പോഴും ആൾക്കാരായിട്ട് എത്തിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. പിന്നെ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തുമാത്രം നമ്മൾ എന്തൊക്കെ ചെയ്താലും സിനിമ സംസാരിക്കണം, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം. സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരത് ഏറ്റെടുക്കുകയും ആൾക്കാരതിനെ ഇൻഡിവിജ്വലി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാ സിനിമകളിലും അത് സംഭവിക്കട്ടെ, എല്ലാ സിനിമകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടട്ടെ. തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതെ അതെ, ഞാൻ പറഞ്ഞിപ്പോ നമ്മള് തിയേറ്ററിൽ ഇറങ്ങുന്ന ഒരു സിനിമയെ സംബന്ധിച്ചോളം നമ്മൾ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്കത് ഒരു ഇനീഷ്യലി നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു ഇത് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പിന്നെ സിനിമ സംസാരിക്കണം. നമ്മൾ എന്തുമാത്രം എന്ന് പറഞ്ഞിട്ടും അല്ല, ജനറലി ജെന്യുവൻലി അത് തന്നെയാണ്. ആൾക്കാർക്ക് സിനിമ ഇഷ്ടപ്പെട്ട സിനിമ ഉറപ്പായിട്ട് ഓടും. സുഖമാണ് ഇതിൽ പ്രേക്ഷകരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എലിമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ളത്? എന്നെ സംബന്ധിച്ചോളം ഈ കളക്ഷനൊക്കെ ഉപരി നല്ല കളക്ഷൻ വരട്ടെ, പ്രൊഡ്യൂസർ ഹാപ്പി ആവട്ടെ, ഉറപ്പായിട്ടും അതും നമ്മുടെ ആഗ്രഹം തന്നെയാണ്. പക്ഷെ ആസ് എൻ ആർട്ടിസ്റ്റ്
അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് ചൂസ് ചെയ്തതെന്നൊക്കെ എന്നെ സംബന്ധിച്ചോളം ഈ തിയോ എന്നൊരു ക്യാരക്ടറിന്റെ ഇമോഷനും അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അത് വിഷമിപ്പിക്കുകയും അല്ലെങ്കിൽ എനിക്ക് ആ ക്യാരക്ടറിനോട് ഒരു സിമ്പതി തോന്നി, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫാമിലിയുടെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുകയും അത് എന്തുമാത്രം ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങും അല്ലെങ്കിൽ ഒരു ഭാഗ്യമാണ് അത് ഉള്ളത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനൊരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ വില മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ ക്യാരക്ടേഴ്സൊക്കെ നിങ്ങൾ ടച്ച് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ടച്ച് ചെയ്താൽ അതൊരു സക്സസ് ആണെന്നാണ് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വിശ്വസിക്കുന്നത്. പ്രതീക്ഷയുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻസ്, സിനിമയിൽ കോൺഫിഡൻസ്. അതെ, എനിക്ക് ആ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ആൾക്കാർക്ക് മനസ്സിലാവുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് മനസ്സിലായാൽ അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും എനിക്ക് കിട്ടാവുന്ന ഒരു ഈ സിനിമയിൽ നിന്നുള്ളൊരു വലിയ റിസൾട്ട്. ഇനി തമിഴ് ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, എനിക്ക് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, പിന്നെ ഇറങ്ങാൻ ഉടുമ്പൻചോല വിഷൻ ഇറങ്ങാൻ. തമിഴ് വേറെ ഒന്നും കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ ചെയ്യാ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുക, ഇവിടുത്തെ സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ആഗ്രഹം. അപ്പൊ എന്തായാലും സുഖമാണോ എന്തായാലും പ്രേക്ഷകർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് കണക്ട് ആയാൽ പിന്നെ കാര്യങ്ങളും ഓക്കെ. പിന്നെ മലയാളി ഓഡിയൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എപ്പോഴും ക്വാളിറ്റി കണ്ടന്റ് എപ്പോഴും ഒരുപാട് വാം വെൽക്കമിങ് ഹാൻഡ്സ് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് മലയാളി ഓഡിയൻസ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഹ്യൂമൻ കണക്ഷൻസിനെ പറ്റിയാണെങ്കിലും കുറച്ച് അൺകൺവെൻഷനായി, കുറച്ച് ഫണ്ണായി, കുറച്ച് ഫാൻറ്റസി ഒക്കെ ആഡ് ചെയ്ത് അതും ഓപ്പൺ ടു യുവർ ഇന്റർപ്രിട്ടേഷൻ ആ ഒരു ലൈനിലാണ് പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എലിമെന്റും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു കാര്യമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ഓപ്പൺ എൻഡഡ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് അവരുടെ ഇന്റർപ്രിട്ടേഷൻ ഫോം ചെയ്യാന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇതും ഓഡിയൻസിലുള്ള ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ആ ക്വാളിറ്റി ഉള്ള കോണ്ടന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് റിസീവ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം എപ്പോഴും ഉണ്ട്. അത് എസ്പെഷ്യലി മലയാളി ഓഡിയൻസിന്റെ അടുത്ത് അത് എല്ലാ കാലത്തും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. സിനിമ പ്രേക്ഷകർ സ്വീകരിക്കേണ്ടി പറഞ്ഞ പോലെ കളക്ഷനും വരട്ടെ. അതെ, താങ്ക് യു.